രോഗമില്ലാതെ ജീവിക്കാനുള്ളൊരു വഴിയിലേക്ക് നിങ്ങളെ ഇൻഡസ്ട്രിയൽ മെഡിസിൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നാളത്തെ രോഗം ഇന്ന് മാറ്റിത്തരാൻ ഞങ്ങളുടെ മരുന്ന് ഇന്നെടുത്തോളാൻ പറയും, വാക്സിൻ തരും. ആ വാക്സിൻ മറ്റു രോഗങ്ങളിലേക്ക് നിങ്ങളെ തള്ളിയിടുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ തുറന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒന്ന്, രോഗം നിങ്ങളുടെ ശത്രുവല്ല. അപ്പം അതിനെന്ത് ചെയ്യണം? ആരോഗ്യം തിരിച്ചു കൊണ്ടുവന്നാൽ മതി, ബാക്കിയുള്ള രോഗങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. പക്ഷെ നമ്മൾ വളരെ തെറ്റായ വഴിയിലൂടെ പോകുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള വഴിയിലേക്ക് ഒറ്റച്ചാട്ടത്തിന് എത്താൻ സാധിക്കില്ല. അപ്പോൾ പടിപടിയായിട്ട് സ്റ്റെപ്പ് കയറി നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് മാറണം. അപ്പോൾ ആ ഒരു വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും നിങ്ങൾ 3 മാസമെങ്കിലും ഇവിടെ താമസിച്ച് നിങ്ങളുടെ ശരീരം 1 മാസം ശരീരത്തിൻ്റെ ക്ലെൻസിങ്ങിന്, ശുദ്ധീകരണത്തിന്, ആന്തരിക ശരീരത്തിലുള്ള ആസിഡിറ്റി, കരൾ പിടിച്ചു വെച്ചിട്ടുള്ള വിഷാംശങ്ങൾ, ലങ്സിലുള്ള കഫപാളികൾ, മലബന്ധം വന്ന് നമ്മളുടെ മൈദ അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഒട്ടിയിരിക്കും, അതെല്ലാം പോയി ശരീരം ഒന്ന് ക്ലീൻ ആകണമെങ്കിൽ 1 മാസം. അത് കഴിഞ്ഞ് രോഗമാറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി കോടിക്കണക്കിന് കോശങ്ങളെ ഉണ്ടാക്കി ആ കോശങ്ങളെല്ലാം കൊണ്ടുവന്ന് വയ്ക്കേണ്ടിടത്തൊക്കെ വെച്ച് ഫ്രഷാക്കി തരുന്നതിന് 1 മാസം. ആ വർക്ക് ചെയ്യുമ്പോഴേക്കും ഒരു ക്ഷീണം വരും, വീണ്ടും ശരീരത്തെ ശക്തിപ്പെടുത്താൻ 1 മാസം. ഇങ്ങനെ 3 മാസമാണ് ഒരു ശരീരത്തിൻ്റെ പുനരുദ്ധാരണത്തിന്. പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ആയുർവേദത്തിൽ കായകൽപ്പ ചികിത്സ? 3 മാസമാണ്. വെളിച്ചം പോലും കാണാത്ത രീതിയിൽ ഗുഹയുടെ ഉള്ളിലിരിക്കണം, അല്പഭക്ഷണം. 3 മാസമൊക്കെ ഗുഹയിൽ കയറിയിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെ നിൽക്കാൻ പോലും പറ്റുകയില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് 1 മാസം കിട്ടിയാൽ വളരെ വളരെ നല്ലത്. പക്ഷെ അതുപോലും ഇപ്പോഴത്തെ തിരക്കേറിയ ജീവിതത്തിൽ പ്രയാസമാണ്. ഒരു വിധത്തിലാണ് പലരും 2 ആഴ്ച തന്നെ ഒപ്പിച്ചെടുക്കുന്നത്. ഈ 2 ആഴ്ച കൊണ്ട് നടക്കേണ്ടതിൻ്റെ അംശം പോലും ആവില്ല. വഴി പഠിച്ചു, ശരീരത്തിനത് ആശ്വാസമാണെന്ന് ബോധ്യമായി, ഷുഗർ താഴേക്ക് വരാൻ തുടങ്ങി, BP താഴേക്ക് വരാൻ തുടങ്ങി, മുഴകൾ കുറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ള തുടക്കം മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം ആയി എന്ന് കരുതി 2 ആഴ്ച കഴിഞ്ഞ് എനിക്കിപ്പോൾ ഇനി പഴയ ചില ആളുകൾ പോകുമ്പോൾ ചോദിക്കും, ഡോക്ടറെ എനിക്ക് ഇനിയിപ്പോൾ പഴയ ഭക്ഷണത്തിൽ ക്രമത്തിൽ പോകാമോ ഡോക്ടറെ? ഞാൻ പറയും പോകാൻ ഒരു കുഴപ്പമില്ല. 2 ആഴ്ചയോടെ ഒന്ന് ചെയ്താൽ 2 ആഴ്ച നിന്ന് എല്ലാ ചികിത്സയും ചെയ്താൽ ഡോക്ടറെ. അപ്പോൾ ഇനി പഴയയിലേക്ക് പോകാം. പഴയയിലേക്ക് പോകുമ്പോൾ പഴയ രോഗമൊക്കെ വീണ്ടും വന്നോളും. പഴയ ഭക്ഷണക്രമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പോയി ചെയ്താൽ നിങ്ങൾ വീണ്ടും രോഗികളാകും. അല്ല, കാറിൻ്റെ ബോഡി പോലുള്ളൊരു ബോഡിയാണെങ്കിൽ പിന്നെയും അവിടെ പെർമനൻ്റായിട്ടിരിക്കും. പക്ഷെ റിപ്പയറിങ് നടക്കണമെങ്കിൽ, ഒരു രോഗമാറ്റം നടക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു സ്ഥലത്ത് ശാന്തമായ മനസ്സോടെ വയറ് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിച്ച് കാലിയായ വയറ് കിട്ടണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരദേഹത്ത് ഭക്ഷണം ഉണ്ടാവരുത്. ഭക്ഷണം ദഹിപ്പിക്കേണ്ട ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ്. ആ ജോലികൾ നടത്തുന്ന ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാലിയായ വയറ് വരുമ്പോൾ ചില ആളുകൾക്ക് കത്തലും ആന്തലും ഒക്കെ തുടങ്ങും. അസിഡിറ്റി ഉള്ളവർക്കാണ്, അതല്ല രോഗം. ആ ആന്തലും ആളലും ഒക്കെ കാരണം അസിഡിറ്റി ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ശാന്തമാകും. പക്ഷേ റിപ്പയറിങ് ഒരിക്കലും നടക്കില്ല, അസിഡിറ്റി കുറയില്ല, നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് വീഴും. അപ്പോൾ 1 സെക്കൻഡിലാണ് 30 തുടങ്ങി 40 ലക്ഷം കോശങ്ങൾ മരിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് മരിക്കുക? എക്സെപ്റ്റ് യുവർ ബ്രെയിൻ ആൻഡ് ലെൻസ് ഇൻ ദി ഐ. ഈ 2 സ്ഥലത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തു നിന്നും മരിക്കുന്നുണ്ട്. അതിനൊരു ഋതമുണ്ട്, ഒരു ടൈം ഫ്രെയിമുണ്ട്. യു പ്ലീസ് ചെക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് സ്കിൻ സെൽസ്. നമ്മുടെ ശരീരത്തിലെ ത്വക്കിലെ കോശങ്ങൾ എത്ര ദിവസം ജീവിക്കും നമ്മളോടൊപ്പം എന്നറിയാവോ? ഇതൊന്നും നമ്മളെ പഠിപ്പിക്കില്ല ഈ ഡോക്ടർമാർ. ഇതൊന്നും അവർ നമ്മളെ പഠിപ്പിക്കുകയല്ല. പഠിച്ചു പോയാൽ അവരുടെ കച്ചവടം തീരും. ഞങ്ങൾ നടത്തുന്ന വലിയൊരു സമരം, ഒരു യുദ്ധമാണ് വാസ്തവത്തിൽ നടത്തുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും നമ്മളുമായിട്ടുള്ള. അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. കഴിയുന്നത്ര ആളുകളിലേക്ക് ഇത് പടർത്താൻ നിങ്ങൾ തയ്യാറാവണം. വലിയൊരു സേവനമാണ്. ഇത് എത്ര സോറിയാസിസ് പേഷ്യൻസാണ് ദേഹമാസകലം നിറഞ്ഞ സോറിയാസുമായിട്ട് 1.5 മാസം 41 ദിവസം കൊണ്ട് മാറി സുഖമായിട്ട് പോവുകയാണ്. പക്ഷെ അവർ ഒരു 1-2 കൊല്ലം കൂടെ ആ ചിട്ട പാലിക്കണം. കാരണം
ഒറ്റയടിക്ക് അങ്ങനെ മാറില്ല. ഉള്ളിൽ കിടക്കുന്ന വിഷാംശങ്ങൾ പിന്നെ ഇതിലൂടെ തന്നെ പോകേണ്ടതുണ്ടാവും. ഇപ്പോൾ ഒരു 3-4 വർഷം നമ്മുടെ ഈ ചിട്ടയിലൂടെ ഏതാണ്ട് പോയാൽ കംപ്ലീറ്റ് വെള്ളപ്പാണ്ട് വരെ മാറുന്നു. പിന്നെയാണ് ശരീരത്തിന് അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള കഴിവുകളുണ്ട്. എങ്ങനെയായാലും നിങ്ങൾ 3 കൊല്ലം വിശുദ്ധമായ ഭക്ഷണം കഴിക്കാമെന്നുണ്ടെങ്കിൽ ശുദ്ധമായൊരു ലിവർ നിങ്ങൾക്ക് ഉറപ്പായിട്ട്, ഇതല്ലാണ്ട് വേറൊരു വഴി ഇക്കാര്യത്തിലില്ല. ഒരു മരുന്നിനും പോയി അത്ഭുതം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കണ്ണിലെ ലെൻസും തലച്ചോറും ഒഴിച്ചുള്ള കോശങ്ങളെല്ലാം നിരന്തരം ചത്തുപോകുന്നു, പുതിയതുണ്ടാകുന്നു. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം മുടങ്ങാതെ കഴിക്കണം. ഇനി മുടങ്ങിയാൽ നമുക്കൊരു ദിവസം ഭക്ഷണം മുടങ്ങിയാൽ എന്താ സംഭവിക്കുക? ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, എന്ത് പറ്റും? ശരീരത്തിന് വലിയൊരു ആശ്വാസം കിട്ടും, മനസ്സിന് പരിഭ്രാന്തിയായിരിക്കും. കഴിച്ചില്ലല്ലോ, തിന്നില്ലല്ലോ, വയറ് നിറഞ്ഞില്ല, കാലിയായി, ഇതേ കത്തലും ആളലും. പക്ഷേ ഉള്ളിൽ നടക്കുന്നത്, നിങ്ങളൊരു ഭക്ഷണം കഴിച്ചാൽ 2.5 മണിക്കൂർ ആമാശയത്തിൽ, 3 മണിക്കൂർ വരെ ആമാശയത്തിൽ, അടുത്ത 3 മണിക്കൂർ ചെറുകുടലിൽ, അവിടെ നിന്ന് രക്തത്തിൽ കയറി കോശങ്ങളിലെത്തി ദഹനം നടക്കാനായിട്ട് ഒരു 14-16 മണിക്കൂർ എങ്ങനെയായാലും വേണം. അപ്പോൾ കോശങ്ങളിൽ ചെന്ന് കത്തി ഊർജ്ജം ഉണ്ടാവണം. പക്ഷേ നമുക്കതിനു മുമ്പ് വിശക്കണുണ്ട്. അത് കോശത്തിൻ്റെ ആവശ്യം കൊണ്ടല്ല, അതൊരു ഒരു ചെറിയ പറ്റിക്കലാണ്. വയറ് കാലിയാവുമ്പോൾ വിശപ്പ് എന്ന് പറഞ്ഞ് ശരീരം തുടങ്ങും. അസിഡിറ്റി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് കഴിക്കാതിരുന്നാൽ, ആദ്യത്തെ വയറ് കാലിയായി കഴിഞ്ഞ് വയറ് കുറച്ച് നേരം ബഹളം ഉണ്ടാക്കിയിട്ട് കിട്ടണില്ല എന്ന് ആകുമ്പോൾ വയറങ്ങ് നിർത്തും. പിന്നെ അസിഡിറ്റി നിർവീര്യമാക്കാൻ തുടങ്ങും, ചെറുകുടൽ ക്ലീനാക്കാൻ തുടങ്ങും. അടുത്ത 6 മണിക്കൂർ കഴിയുമ്പോൾ ഒരു വേസ്റ്റ് വൻകുടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ ജീവിതത്തിൽ ഇതുവരെ വിശ്രമിക്കാത്ത ആമാശയമൊക്കെ വിശ്രമിക്കാൻ തുടങ്ങും. പിന്നെ രക്തം ഇതിനെ മുഴുവൻ കൊണ്ടു നടക്കലാണ്, ഈ ഭക്ഷണം കൊണ്ടു എത്തിക്കലാണ്. രക്തം ആശ്വസിക്കാൻ തുടങ്ങും, അവയവങ്ങൾ ആശ്വസിക്കാൻ തുടങ്ങും, കോശങ്ങൾ ആശ്വസിക്കാൻ തുടങ്ങും. അന്ന് കത്തിച്ച് ചേർത്ത് ഊർജ്ജം ഉണ്ടാക്കി പിന്നെ ഗ്ലൂക്കോസ് ചെല്ലുന്നില്ല എങ്കിൽ കരളിൽ കെട്ടിക്കിടക്കുന്ന ഗ്ലൈക്കോജൻ ഉണ്ടാവും. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റിയിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. അതൊക്കെയാണ് ആ കെട്ടിയിരിക്കുന്നത് എടുത്തുപയോഗിക്കുക എന്ന് വൃത്തിയുള്ളൂ ശരീരത്തിന്. അപ്പോൾ സൂക്ഷിച്ച് വച്ചിരിക്കുന്നതൊക്കെ ഇറക്കും, കൊഴുപ്പുള്ളത് ഇറക്കും. അങ്ങനെ പതുക്കെ ശേഖരിച്ച് വച്ചിരിക്കുന്നത് തീരാൻ തന്നെ ദിവസങ്ങളെടുക്കും. അതും തീർന്നു കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മാത്രമേ മാംസപേശികൾ കത്തിച്ച് ഊർജ്ജം ഉണ്ടാക്കുകയുള്ളൂ. എന്നിട്ടും ഭക്ഷണം കൊടുത്തില്ല എങ്കിലാണ് പ്രധാനപ്പെട്ട അവയവങ്ങൾ തന്നെ ക്ഷീണിക്കുന്ന രീതിയിൽ അതിനെടുത്ത് അതൊരു 10-30 ദിവസമൊക്കെ ആകുമ്പോഴേ അങ്ങനൊരവസ്ഥ മനുഷ്യത്തിന് വരുള്ളൂ. 80-120 ദിവസമൊക്കെ ഉപസിച്ചിട്ടുള്ള ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഭക്ഷണം ഇല്ലാത്തപ്പോൾ? അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ആരോടും ഉപവസിക്കാൻ പറയാറില്ല. ഉപവസിക്കാൻ താല്പര്യമുണ്ട്, ഉപവസിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പറ്റുന്നവരാണോ എന്ന് നോക്കും. ഉപവസിക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ സമ്മതിക്കും. അപ്പോൾ അവരുടെ ശരീരത്തിൽ നടക്കുന്നത് വളരെ വേഗത്തിലുള്ള ശുദ്ധീകരണവും രോഗമാറ്റവും റിപ്പയറിങ് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ വിശ്രമിച്ച് ശരീരം ഒന്ന് ശക്തിപ്പെടുത്തിയിട്ട് അവർക്ക് തിരിച്ചു പോവാം. ഏത് രോഗവും വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് അത് നല്ലതാണ്. ഉപവസിച്ച് ശീലമില്ലാത്ത ആളുകൾക്ക് അത് കഠിനമാകുമെന്നുള്ളത് കൊണ്ടും, അല്ലാതെയും രോഗം മാറ്റിയാൽ മതിയെങ്കിൽ അല്ലാതെയും സാധിക്കും. രാത്രി കാലി കിടന്നാൽ മതി, പിന്നെ മറ്റു ട്രീറ്റ്മെൻറ്റുകളെല്ലാം കൂടെ വരുമ്പോൾ അങ്ങ് മാറിക്കോളും.